ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ തൃപ്രയർ ഏകാദശി കാണാൻ നിൽക്കുക കേട്ടോ, പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളോട് ഇന്ന് എങ്ങോട്ട് പോകുമ്പോഴും ലേറ്റ് ആവുക. കൊച്ചാപ്പിണ് അവന് നമ്മൾ എടുത്തോടുത്ത ഡ്രസ്സ് ഇഷ്ടാവില്ല, അവന് പറയുന്ന ഡ്രസ്സ് വേണം, അങ്ങനത്തെ കുറേ ഇതൊക്കെ ഉണ്ടാവും. അവസാനം നമ്മളെന്താണോ പറയണത് അത് തന്നെ ഇടും. അത് വേറെ കാര്യം. അങ്ങനെ പിന്നെ നമ്മൾ ഏകദേശം നാട്ടിക ഒക്കെ എത്തി. ഇതേ ഇപ്പോൾ തൃപ്രയർ എത്തിയിട്ടാണ്. ഇത് ഏകാദശിയുടെ സെക്കൻഡ് ഡേ ആണ്. അത് കാരണം അധികം ആൾക്കാരൊന്നും ഇല്ല. ഈ സാധനത്തിൽ മാത്രം പിള്ളേർ മാത്രം കുറച്ച് കയറിയിരിക്കുന്നുണ്ട്. വഞ്ചിയൊക്കെ വെറുതെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ, ആരും ഇല്ല. കാരണം ഫസ്റ്റ് ഡേ നല്ല തിരക്കുണ്ടാവും, സെക്കൻഡ് ഡേ പക്ഷെ ഇത്രയും തിരക്ക് കുറവാണെന്ന് വിചാരിച്ചില്ല കേട്ടോ. പിള്ളേർ അതിൽ കയറണം ഇതിൽ കയറണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഗുരുവായൂർ ഏകദേശിക്ക് കുറേ കയറിയിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഇപ്പോൾ അടുത്ത മാസം നമ്മുടെ മണത്തിൽ നേർച്ചയൊക്കെ അല്ലേ, അപ്പോൾ പിന്നെ അതിലും കയറാലോ വിചാരിച്ചിട്ട് പിന്നെ കയറിയില്ല. അപ്പോൾ എന്തായാലും അമ്പലത്തിൻ്റെ അവിടേക്ക് കുറച്ചിങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടേക്ക് പോയിട്ടാ. അവിടെയും ലൈറ്റും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. ഒരു ദിവസം കഴിയുമ്പോഴത്തേന് ഇത്രയും പെട്ടെന്നൊക്കെ ഓഫാക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് കടക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രണ്ട് സൈഡിൽ ഒരുപാട് പലഹാരക്കടയും കമ്മലിൻ്റെയും ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. അത് കാരണം സമാധാനമായിട്ട് നടക്കാനായിട്ട് പറ്റി. കണ്ടോ, തീരെ തിരക്കില്ല കേട്ടാ. ശരിക്കും നമ്മൾ 15-ാം തീയതി ഏകാദശിയുടെ അന്ന് തന്നെ പോകണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാനാണ് പറഞ്ഞത് നാളെ പോവാം, ഇന്ന് നല്ല തിരക്കുണ്ടാവുന്നു. പക്ഷേ പിറ്റേ ദിവസം രണ്ടാമത്തെ ദിവസം ആകുമ്പോഴത്തേനും ഇത്രയും തിരക്കൊഴിഞ്ഞ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാവും എന്ന് വിചാരിച്ചില്ല കേട്ടോ. അങ്ങനെ പിന്നെ കുട്ടൂസിന് ഒരു മോതിരം, പേര് കുത്തി മോതിരം വേണമെന്ന് പറഞ്ഞിട്ട് അത് എഴുതിക്കാനിട്ട് നിന്നു. അവൻ ഏകാദശിക്ക് ഗുരുവായൂർ ഏകാദശിക്ക് പോയിട്ടും മോതിരം മേടിച്ചു. പക്ഷെ അത് 2 ദിവസം ഇട്ട് പിന്നെ എവിടെയാണ് ഒരു കളൊന്നും അറിയില്ല കേട്ടോ. ഇപ്പം ഇനിയും മോതിരം വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് അപ്പോൾ കൊച്ചാപ്പി ഇത് മേടിക്കുന്ന സമയത്തൊന്നും വേണ്ടാന്നുള്ള രീതിയിൽ നിന്നായിരുന്നു. പക്ഷെ വീട്ടിലെത്തിയിട്ട് ചേട്ടൻ്റെ കയ്യിൽ കണ്ടപ്പോൾ ഭയങ്കര വാശിയായിരുന്നു, എനിക്കും വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവൻ്റെ പേരൊക്കെ എഴുതി, നിദേവെന്ന് അങ്ങനെ പേരൊക്കെ എഴുതി. അത് നല്ല ഇഷ്ടമായി. ആദ്യം കുറേ ഇട്ടിട്ടൊന്നും പാകമായില്ല, കാരണം കുഞ്ഞ വരലല്ലേ, അത്രയും കുഞ്ഞിത് വേണ്ട വെച്ചിട്ട്. അങ്ങനെ ആൾ പിന്നെ ഹാപ്പി ആയിട്ടാ, കുറേ ഇഷ്ടമായി അവന്, നല്ല ഇഷ്ടമായി പറഞ്ഞ് ചിരിക്കണമൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ വേറൊരു സൈഡിൽ നമ്മൾ യന്ത്രൂഞ്ഞാലയുടെ ഒക്കെ സൈഡിൽ കയറിയപ്പോൾ യന്ത്രൂഞ്ഞാല കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാരുണ്ട്, അല്ലാണ്ട് പിന്നെയും വേറെ ആൾക്കാരും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. തിരക്ക് തീരെ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഗുരുവായൂർ ഏകാദശിക്ക് 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസവും 4ാമത്തെ ദിവസം വരെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് നോക്കിയപ്പോൾ വഞ്ചി ചെറുതായിട്ടൊക്കെ ഒന്ന് ഇളകി തുടങ്ങിയിട്ടുണ്ട്. ഒരു 5-6 ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അതാണ് പിന്നെ അങ്ങനെ ഒരു ഇളക്കം വന്നത്. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ചെറിയ രീതിയിലൊരു നാളെ അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അതങ്ങനെ അരിഞ്ഞു വെച്ചു. പിന്നെ കടലക്കറി ആക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഡയറക്റ്റ് കുക്കറിൽ കഴുകിയിട്ട് അതിൽ തന്നെ ഇട്ട് വെക്കാം. അപ്പോൾ കാലത്ത് നമുക്കത് ഉപ്പിട്ടിട്ട് അങ്ങനെ കയറ്റിയാൽ മതിയല്ലോ. വേറെ പാത്രമൊന്നും ഞാൻ എടുക്കാറില്ല കേട്ടോ.